ഈ പിണറായി വിജയന്റെ കാലത്ത് പിണറായി വിജയനെ നമ്മുടെ സോഷ്യൽ മീഡിയ എഴുത്തുകാരനുള്ള ബൈജു സ്വാമി വിളിക്കുന്ന ദാസപ്പൻ കെ ദാസപ്പൻ എനിക്ക് തോന്നുന്നു ജാവേദ് പർവേഷും ഒക്കെ ദാസപ്പൻ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ആൾക്കാർ. ഈ കെ ദാസപ്പന്റെ കാലത്ത് നടന്ന വലിയ ഒരു പകൽക്കൊള്ള കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. അത് കെ ദാസപ്പനാണോ നടത്തിയത് അതോ കഴുത്തുളുക്ക് വീണയാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്താണെങ്കിലും കേരള സർക്കാർ ആരോഗ്യ സൊസൈറ്റിയുടെ പരസ്യം അതെ, അതിന്റെ പരസ്യം ആരോഗ്യവകുപ്പിന് കീഴിലുള്ളതാണ് ഈ സൊസൈറ്റി. ഈ സൊസൈറ്റിയുടെ പ്രത്യേകത നമുക്കറിയാലോ, നമ്മുടെ ആശുപത്രിയിൽ പേവാർഡ് നിർമ്മിക്കുന്നത് നടത്തിപ്പ് ഇതിനെന്തിനാ പരസ്യം കൊടുത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ ആശുപത്രിയിലെ പേവാർഡ് നിർമ്മിക്കുന്ന ഒരു ഇതിനെക്കുറിച്ച് തമിഴ്നാട്ടിലെ പത്രത്തിൽ തമിഴ്നാട്ടിലെ പ്രചാരമുള്ള പത്രങ്ങളിലാണെങ്കിൽ വേണ്ടില്ല, അന്തിപത്രങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. കൊടുത്തു എന്ന് മാത്രമല്ല 4.25 ലക്ഷം രൂപ ഈ പരസ്യത്തിന് ചെലവഴിച്ചിട്ടുണ്ട്. 4.25 ലക്ഷം രൂപ. അതായത് ഏത് വകുപ്പിൽ ആർക്ക് കൈക്കൂലി കൊടുത്തതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ചില ആശാന്മാരുണ്ട്, ചില ബിരുദന്മാർ, അവർ കൈക്കൂലി മേടിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. എനിക്ക് പരിചയമുള്ള ഒരു കേസ് കെട്ടി ഞാൻ പറയാം. ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ ഒരു വലിയ കേസ് ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഇതിനകത്ത് ഇരകളായിട്ടുള്ളവർ, അതായത് ആർക്കാണോ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, അവരോട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ പറയുന്നു, നിങ്ങൾ എനിക്ക് പണമൊന്നും തരണ്ട, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ധാരാളം പണമില്ലേ, നിങ്ങളോ ഞാനൊരു പ്രോപ്പർട്ടി കാണിക്കും, ഈ പ്രോപ്പർട്ടി നിങ്ങൾ മേടിക്കണം. മനസ്സിലായോ? അതായത് ഈ പ്രോപ്പർട്ടി നിങ്ങൾ മേടിക്കണം, ഞാനൊരു പ്രോപ്പർട്ടി കാണിച്ചിട്ട് ഈ പ്രോപ്പർട്ടി മേടിക്കണം, ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കൈക്കൂലി. സംഭവം എന്താ, 9 കോടി രൂപയാണ് ആ പ്രോപ്പർട്ടി ഈ പറഞ്ഞ കക്ഷികൾ പർച്ചേസ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ഈ പ്രോപ്പർട്ടിയെ ചൊല്ലി വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇയാൾ ഈ ഇൻകം ടാക്സുകാരൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇതിനകത്ത് കമ്മീഷനാണ്, ഈ 9 കമ്മീഷനാണ് ഇയാൾ മേടിക്കുന്നത്. അപ്പം ഡയറക്റ്റ് കൈക്കൂലി ആയില്ല. കമ്മീഷൻ ഇയാളുടെ ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ മേടിക്കാം. എന്താണ്, ഞങ്ങൾ ഇടനില നിന്ന് വസ്തു വിറ്റതാണ്, അതുകൊണ്ട് അതിൻ്റെ കമ്മീഷൻ ഞങ്ങൾക്ക് വേണം. ഇയാൾ കമ്മീഷനും മേടിച്ചു. എനിക്ക് തോന്നുന്നു അതല്ലെങ്കിൽ ഈ അന്തിപത്രക്കാരൻ തമിഴ്നാട്ടിലെ ഏതെങ്കിലും DMK ബന്ധമുള്ള പ്രാദേശിക നേതാവായിരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല, ഇത് നമ്മുടെ നാട്ടിലുള്ള ഏതോ ആളിന് കൈക്കൂലിയായിട്ട് കൊടുക്കേണ്ട കാശാണ്. ഏറെ എന്തോ വിഷയത്തിൽ ഷെയർ ആയിട്ടോ മറ്റോ കൊടുക്കേണ്ടതാണ്. ആ ഷെയർ അവർ ഈ രീതിയിലാക്കി സർക്കാർ ഫണ്ട് എടുത്ത് അങ്ങ് കൊടുത്തതാണ്. മനസ്സിലായോ? അതാണ് ഇത് സംഭവിച്ചത്. ഇതിപ്പോൾ അതായത് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ സേവനങ്ങളും പ്രവർത്തനം സംബന്ധിച്ച് തമിഴ്നാട്ടിലെ പ്രചാരം കുറഞ്ഞ സായാഹ്ന പരസ്യങ്ങളിൽ വ്യാപകമായി പരസ്യം നൽകിയെന്ന് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. എന്തിനാണ് ഈ പരസ്യം, എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? നമ്മളൊരു പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം LDF അല്ലാതെ മറ്റാരുണ്ട്. അതുകൊണ്ട് നേട്ടം ഉണ്ടായത് ആർക്കാണ്? ഇവിടുത്തെ UDFകാർക്ക്. ആ പരസ്യം കൊണ്ട് എത്ര കോടി, 200 കോടി രൂപയുടെ 260 കോടി രൂപയുടെ പരസ്യമാണ് കേരളം അങ്ങോളം ഇങ്ങോളം ഇവർ കൊണ്ടുവച്ചത്. ഇത് ഭരണത്തിന് മുമ്പും, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അതിന് മുമ്പും എല്ലാമായിട്ട് കൊണ്ട് വെച്ചിരിക്കുന്നത് അത്രയുമാണ്. അപ്പോൾ അതേപോലെ ഒരു തമിഴ്നാട്ടിൽ പ്രചാരം കുറഞ്ഞ അന്തിപത്രങ്ങൾ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഇല്ല. ആർക്കും അന്തിപത്രത്തിൻ്റെ ആവശ്യം പോയിട്ട് ഡെയിലിയുടെ പോലും ആവശ്യമില്ല. എന്താണ്, കൃത്യമായിട്ട് ഓൺ ദ സ്പോട്ടിൽ അപ്ഡേറ്റ് ആവും. ഇപ്പോൾ സമയം നമ്മുടെ ഉച്ചയ്ക്ക് 1:30 എന്ന് വെച്ചു, ഈ 1:31 നടക്കുന്ന നമ്മുടെ ഫോണിലേക്ക് അപ്പം വരും. അപ്പോൾ അങ്ങനെ ഒരു പത്രങ്ങളുടെ ഒരു കാര്യമില്ല. പിന്നെ പ്രചാരം കുറഞ്ഞ സായന പത്രങ്ങളില്ല, എന്നാൽ വലിയ പ്രചാരമുള്ള പത്രങ്ങളുണ്ട്. അപ്പൊ ഇതെടുത്ത് വെച്ചിട്ട് ഓഡിറ്റ് ഒബ്ജക്ഷൻ അവർ ഉന്നയിച്ചു. സ്വാഭാവികം. എന്തിനാണ് ഈ 4.74 ലക്ഷം രൂപയുടെ പരസ്യം കൊടുത്തിരിക്കുന്നത്? എന്ത് കാര്യത്തിന്, എന്തിനു വേണ്ടി? അപ്പം സലീംകുമാർ കൈമലർത്തുന്നില്ല, എന്തിന് എന്ന് പറഞ്ഞ് കൈമലർത്തുമല്ലോ. ഈ KHRWS നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ സർക്കാർ ആശുപത്രികളിലെ പേവാറുകളുടെ നിർമ്മാണം നടത്തിപ്പോണത്. ഇതിന് തമിഴ്നാട്ടിൽ എന്ത് പരസ്യം? കേരളത്തിൽ പോലെ പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സർക്കാർ ആശുപത്രി പേവാർഡ് എടുത്താൽ KHRWSന്റെ പേവാറിന് കിടക്കുന്നത്, അത്രയേ ഉള്ളൂ. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഈ എന്ത് ഉടായ്പാണെന്നുള്ള ഇത് തന്നെയാണ് മോഹിനിയാട്ടം സിനിമ, ഇത് തന്നെയാണ് വീണ വിജയനെ മാസപ്പടി കൈപ്പറ്റിയത് ഇത് തന്നെയാണ്. അതെ, മോഹിനിയാട്ട സിനിമ എന്താണ്? മോഹിനിയാട്ട സിനിമ ഇതാണ്. അതിൻ്റെ മോഹിനിയാട്ട സിനിമയുടെ യഥാർത്ഥ രൂപമാണ് വെണ്ണല ക്ഷേത്രം, എറണാകുളത്തെ നമ്മുടെ ദല്ലാൽ നന്ദകുമാറിന്റെ ക്ഷേത്രം. അതായത് സിനിമാ താരങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുന്നു, എന്നിട്ട് സിനിമാ താരങ്ങളെ പൈസ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. സാധാരണ സിനിമാ താരങ്ങളുടെ നിന്ന് സംഭാവന മേടിച്ച് ഇവിടെ ചെലവഴിക്കുന്നു. ഇത് നേരെ തിരിച്ചാണ്. അപ്പോൾ എന്താണ്, ഈ ടാക്സ് വെട്ടിക്കാനും കോഴ വ്യാപകമായി വാങ്ങുന്നതും മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്.
ഇതാണ് മോഹിനിയാട്ട സിനിമയിൽ കാണിക്കുന്നത്. 3-4 സർക്കാർ ഉദ്യോഗസ്ഥർ ചേർന്ന് അവർ വൻതോതിൽ കോഴ മേടിക്കുകയാണ്. അവരെ ഒരു വിജിലൻസിനും പിടിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ പറഞ്ഞ അമ്പലത്തിന്റെ കാണിക്ക വഞ്ചി കൊണ്ട് ഇട്ടിട്ട് അത് കൊണ്ട് ഇടുന്ന പടം എടുത്തുകൊണ്ട് കൊണ്ട് കൊടുക്കാനാണ് പറയുന്നത്. അവിടെ ആര് പിടിക്കാൻ പറ്റും? ഇതിനകത്ത് വിജിലൻസിന് മാർക്ക് ചെയ്ത നോട്ട് കൊണ്ട് പിടിക്കാൻ പറ്റും? ഒന്നുമില്ല. അപ്പോൾ അതുപോലെ എന്തോ ഉടായ്പിലാണ് ഇത്രയും പൈസ അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ തുകയൊന്നുമല്ല, 4.25 ലക്ഷം രൂപ. ചിന്ന കള്ളന്മാർക്കുള്ള പൈസയാണ്, കോടികളുടെ അമ്മാനോ ആട്ടമാണ്. അപ്പോൾ 2022, 23, 24 ആ വർഷത്തെ ഇതിലാണ് ഈ ഓഡിറ്റ് വിഭാഗം ഇത് അംഗീകരിച്ചില്ല. ക്രമക്കേടുകൾ കണ്ടെത്തി. ഫയലുകൾ ഹാജരാക്കാത്തതിനാലും അന്വേഷണക്കുറിപ്പുകൾക്ക് യഥാസമയം വിശദീകരണം നൽകാത്തതിനാലും ആണ് ഇവർ തുക അംഗീകരിക്കാറുണ്ട്. പൈസ കൊടുക്കേണ്ടത് ഇവർക്കെല്ലാം ആരോഗ്യവകുപ്പ് തന്നെ കൊടുക്കണം, അവരല്ലേ. ഇപ്പൊ നമ്മളിപ്പോ പരസ്യം കൊടുക്കുമ്പോൾ ശരിക്കും PRD മുഖേനയാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഫണ്ട് പോകുന്നത് അതാത് വകുപ്പിലാണ്. മാത്രമല്ല ഈ KHRWS എന്ന് പറയുന്നത് ഇതൊരു സൊസൈറ്റി, സഹകരണ മേഖല സൊസൈറ്റിയാണ്. അപ്പം ഇത് തന്നെയാണ് ഈ സംഭവം തന്നെ. ഇതുപോലൊരു സൊസൈറ്റി നമ്മുടെ KSFE-യിലുണ്ട്. ഒരു സൊസൈറ്റി ഉണ്ടാക്കി ഇതുപോലെ നടത്തി വൻ തുക നഷ്ടത്തിലായി. ഒരുപാട് പേര് ഇവന്മാരിനകത്ത് പൈസ അടിച്ചു മാറ്റി. അത് പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞ പോലെയാണ് ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് സ്വാഭാവികമായിട്ടും കുറിപ്പെഴുതും, ഓഡിറ്റ് ഒബ്ജക്ഷൻ എഴുതും. എന്തിന് ഈ പൈസ കൊടുത്തിരിക്കുന്നു, എന്തിനാണ് നിങ്ങളിത് അനുവദിച്ചിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, തമിഴ്നാട്ടിലെ പത്രങ്ങളിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പരസ്യം? അതാണ് ചോദ്യം. തമിഴ്നാട്ടിലെ പത്രങ്ങളിൽ എന്തിനാണ് ഇങ്ങനെ? അതുകൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യം എന്താണ്? എന്ത് കാര്യം കൊണ്ടാണ് അത്? ഇത് മാത്രമല്ല, ഇനിയുണ്ട്, വേറെയുണ്ട്. കരാർ ജീവനക്കാരുടെ നിയമന രേഖകൾ, തസ്തികകളുടെ സർക്കാർ അനുമതി തുടങ്ങിയ വിവരങ്ങളില്ലാത്തതിനാൽ ശമ്പള ഇനത്തിൽ ചെലവഴിച്ച 58 ലക്ഷം രൂപയും ഓഡിറ്റ് വിഭാഗം അംഗീകരിച്ചിട്ടില്ല. അവിടെ നിയമനം നടന്നു, ഇഷ്ടക്കാരുടെ നിയമനം അവിടെ നടത്തിയെന്നുള്ള ഉറപ്പായാലും ഇതോടുകൂടി. അതുപോലെ ഇത് തന്നെ വേറെയുണ്ട്. വിവിധ ആശുപത്രിയിലെ പേവാർഡുകളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും ലാബുകളിലേക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിനും 40.23 ലക്ഷം ചെലവഴിച്ചെങ്കിലും രേഖകളില്ല. ടെൻഡറോ കൊട്ടേഷനോ ഇല്ലാതെയാണ് ഇത് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യവകുപ്പിലാണ്. ഇത് കേദാസൻ്റെ കൊള്ളയാണോ അതോ വീണ ജോർജിൻ്റെ കൊള്ളയാണോ എന്നുള്ളത് അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വരണം. ഇതിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരു അഴിമതിയാണ്. 4 ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഒന്ന്, ബാക്കി നിയമനത്തിൻ്റെ. അതെ. അപ്പം എന്താണെങ്കിലും ശരി, വലിയ കൊള്ളകളാണ് കഴിഞ്ഞ 10 വർഷം നടന്നിരിക്കുന്നത്. ഓരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ചോദിക്കാനും പറയാനും ഒരു മനുഷ്യരും ഇല്ലേ എന്നുള്ളതാണ്. ഇത് അന്നത്തെ കാലത്ത് ഈ ഉദ്യോഗസ്ഥരൊക്കെ കണ്ണുടച്ചതൊക്കെ ഒപ്പിട്ട് അല്ല, ഇതിപ്പോ ഇനിയിപ്പോ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു, ഇതിനകത്ത് വിജിലൻസ് അന്വേഷണം വരും, ഇവരൊക്കെ തന്നെ അനുഭവിക്കത്തില്ലേ? അത്രേ ഉള്ളൂ. എന്താ ഈ കപ്പൽ വിലയില്ല സാർ, ഈ കപ്പലിനൊരു ക്യാപ്റ്റൻ ഉണ്ട് എന്ന് പറഞ്ഞ കഴുത്തുളക്കി ഇപ്പോൾ എവിടെയാണ്? കാണാനുമില്ലല്ലോ. അതാണ്. അതെ, അതിപ്പോ ഇടയ്ക്ക് ട്രോൾ ചെയ്യാൻ വരും, നാട്ടുകാരെടുത്തിട്ട് ട്രോള് തിരിച്ചും വിടും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വീണയുടെ കയ്യിലൂടെ നടന്ന അഴിമതിയാണോ പിണറായി വിജയന്റെ സ്വന്തം അഴിമതിയാണോ എന്നുള്ളത്? പിണറായി 4 ലക്ഷത്തിനൊന്നും പിണറായി 400 കോടി അക്കനകളുണ്ട്. ചിന്ന നേതാക്കന്മാർ ലോക്കൽ ആരോ ചെയ്ത പരിപാടിയാണ്, അത്രേ ഉള്ളൂ. എന്തായാലും ഇങ്ങനത്തെ ചെറിയ ചീപ്പ് അഴിമതികൾ തൊട്ട് വലിയ കോടികളുടെ അഴിമതി വരെ ഇവിടെ നടന്നിട്ടുണ്ട് ഈ 10 വർഷം. സമഗ്രമായ അന്വേഷണം നടന്നാൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക മന്ത്രിമാരും ജയിലിൽ പോകും. മുൻ മന്ത്രിമാർ. അതെ.